കഷണ്ടിയിൽ പോലും മുടി വളരും കേട്ടോ. ഈ റോസ്മേരിയുടെ വാട്ടർ നമുക്ക് ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ കൂടെ ഇതുപോലെ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം തലയിൽ പിടിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് കുളിച്ച് നോക്കുക കേട്ടോ. നമ്മുടെ ഈ സ്കാൽപ്പിൽ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് കിളുക്കാനായിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ പിടിച്ച് കിട്ടിയ പോലെ നിൽക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു റോസ്മേരിയുടെ ലീഫിന്. കാരണം നമ്മുടെ സ്കാൽപ്പിൽ രക്തയോട്ടം വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ നിൽക്കും. അത് മാത്രമല്ല മുടി വളരാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നല്ലൊരു മണമാണ് ഈ ഒരു വാട്ടറിന്. 2 മാസം ഫ്രിഡ്ജിലിരുന്നാലും കേടും വരത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഈ ഒരു റോസ്മേരിയുടെ ലീഫ് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പം ഒരു പാക്കറ്റിലായിട്ടാണ് എടുത്ത് കിട്ടുന്നത്. അപ്പം നിങ്ങളൊരു ചെറിയൊരു പാക്കറ്റ് വാങ്ങാം കേട്ടോ. എന്നിട്ട് ഇത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക പാത്രത്തിലേക്ക്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തിയുടെ പൂ ഇട്ട് കൊടുക്കാം. ചെമ്പരത്തി പൂ എന്തോരം ചേർക്കണോ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഒരു 5 ചെമ്പരത്തിയുടെ പൂവെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ 1 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും. മുടി വളരാനായിട്ട് ബെസ്റ്റാണ് ഉലുവ. അതുകൊണ്ട് ഉലുവ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് എന്തോരം വെള്ളമാണ് നിങ്ങൾ എടുത്തുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം 1 ഗ്ലാസ്സിൽ എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് ഞാൻ ഇതുപോലെ 5 ചെമ്പരത്തി പൂവ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില 1 തണ്ട് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നല്ല ചൂട് കാലമല്ലേ, നമുക്ക് തലയ്ക്കൊക്കെ സ്കാൽപ്പിലൊക്കെ നല്ല ചൊറിച്ചിലും ചൂടൊക്കെ ഉണ്ടാവും. അപ്പം ചൂട് മാത്രമല്ല, നമുക്ക് സ്കാൽപ്പിൽ ചൊറിച്ചിലും താരനും അതുപോലെ തന്നെ ഈ പെയിൻഷെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ് ഈ ഒരു ആര്യവേപ്പിൻ്റെ ലീഫ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമ്മളിതിങ്ങനെ തന്നെ തിളപ്പിക്കണം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ നമ്മൾ തല തേക്കാന്ന് വെച്ചുകൊണ്ട് എടുക്കരുത്. കാരണം ഈ റോസ്മേരിയുടെ ഉലുവയുടെ ഒക്കെ സത്ത് നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാവുള്ളൂ. 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ ആ പാത്രത്തിൽ തന്നെ ഇത് ചൂടാറട്ടെ കേട്ടോ. എന്നിട്ട് ആറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. ഒരു കുഞ്ഞു ഞോളപ്പ് പോലത്തെ വെള്ളമായിരിക്കും കിട്ടണത്. ഭയങ്കര നല്ല മണമാണ് കേട്ടോ. ഈ ഒരു റോസ്മേരിയുടെ ലീഫിന് നല്ലൊരു മണമല്ലേ. ആ ഒരു മണം നമുക്ക് ഈ വെള്ളത്തിന് കിട്ടും. നമ്മൾ തലയിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം നമ്മുടെ തലമുടിക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് അരിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നമുക്കിത് എടുത്ത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് നേരമൊക്കെ മുൻപ് തലമുടി നന്നായിട്ട് ഒന്ന് ചീകി കൊടുക്കണം. ചീകി കൊടുത്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഫില്ലറിലെടുത്തിട്ട് നമുക്കിങ്ങനെ തലയിൽ ഇങ്ങനെ ഇതാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം, തണുപ്പോടുകൂടി തന്നെ സ്പ്രേ ചെയ്ത് തലയിലേക്ക് സ്പ്രേ ചെയ്യരുത് കേട്ടോ. കാരണം തണുപ്പ് ആറിയതിന് ശേഷമേ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. കുറച്ച് നേരം വെളിയിൽ വച്ചിട്ട് വേണി ഒരു പാത്രത്തിലേക്ക് മാറ്റി പകർത്തിയതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് തലയിൽ തേച്ച് കഴുകി നോക്ക്. മുടി നല്ല രീതിയിൽ മുടി വളരും. അപ്പം ഒരുപാട് പേർക്ക് റിസൾട്ട് ഉള്ള ഒന്നും കൂടിയാണ് കേട്ടോ ഈ റോസ്മേരി വാട്ടർ. ഈ വാട്ടർ കടകളിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ കടയിൽ നിന്ന് വാങ്ങാണ്ട് വീട്ടിലുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതല്ലേ എളുപ്പം. ഇപ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ.